ഇന്നൊരു അവിൽ മിൽക്ക് ആവാല്ലേ. എന്നാൽ ഇതൊരു അവിൽ മിൽക്ക് അല്ല കേട്ടോ, കാരണം ഇതിൽ അവിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ. അപ്പം തുടങ്ങാമല്ലേ നമുക്ക്. ഞാനൊരു ബൗളിലേക്ക് നല്ല പഴുത്ത പഴം, പുളിയൊന്നും ഇല്ലാത്ത പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിട്ടിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം. നന്നായിട്ട് ഉടച്ച ശേഷം അതിലേക്ക് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തണുത്ത് കൂളാവാൻ വേണ്ടിയിട്ട് വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ കപ്പലണ്ടി വറുത്തെടുത്തു. കപ്പലണ്ടീൻ്റെ തൊലിയും കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബദാം, കാഷ്യൂ, ഉണക്കമുന്തിരി, പിന്നെ ഈന്തപ്പഴവും ഒരു 3-4 എടുത്ത് അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഞാൻ ഈ പാലും പഴവും മിക്സ് ചെയ്ത ആ ഒരു ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ചെറിയ തണുപ്പും കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുവാണെങ്കിൽ നല്ലതാണ്, അല്ലാതെ ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ നല്ലത് തന്നെയാണ്. പിന്നെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്